നമസ്കാരം, അമ്പിളി അനിൽകുമാറാണ്. ഞാനൊരു പാരമ്പര്യ വൈദ്യയാണ് കേട്ടോ, ഡോക്ടറൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഡോക്ടർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു. പേര് രാഘവൻ വൈദ്യർ എന്നാണ്, വയനാട്ടുകാരനാണ്. അപ്പം ഞാൻ നടവയിലാണ് സ്വദേശം കേട്ടോ. നമ്മളുടെ ധാരാളം പ്രോഡക്റ്റുകളുണ്ട്, ആയുർവേദ പ്രോഡക്റ്റുകളാണ്. അത് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ വെരിക്കോസ് വെയിൻ്റെ ഓയിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും ധാരാളം സംശയങ്ങളുണ്ടാവുന്നതും. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ 100% റിസൾട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളുടേത്. അപ്പം അതിൻ്റെ ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ അൾസറായിട്ടുള്ള ആളുകൾക്ക് ധാരാളം സംശയങ്ങളുണ്ട്. മുറിവുണ്ട്, അത് വേദന കൂടുമോ, ഉണങ്ങുമോ, പ്രശ്നമാകുമോ എന്നൊക്കെയല്ലേ. അതിനെല്ലാം ഉള്ള മറുപടികൾ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്നുള്ളൊരു സംശയം വലിയ കാര്യമായിട്ട് വന്നു. അതിൽ തന്നെ നമ്മുടെ ആഡ് റൺ ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ സ്റ്റാഫ് കൃത്യമായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. പ്രോഡക്റ്റ് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ധാരാളം ആളുകളുടെ സംശയമാണ് ദക്ഷയുടെ വെരിക്കോസ് വെയിൻ ഓയിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കണം എന്നുള്ളത്. എത്ര പ്രശ്നമുള്ള ആളുകൾക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സ്കിൻ അലർജിയുടെ ഓയിൽ, അത് പ്രശ്നമുള്ള ഏരിയയിൽ എവിടാണോ നിങ്ങൾക്ക് സ്കിന്നിന് ഡ്രൈനെസ് വരുന്നത്, ചൊറിച്ചിലെ പ്രശ്നങ്ങൾ വരുന്നത്, ആ ഏരിയയിൽ മാത്രം സ്കിൻ അലർജിയുടെ ഓയിൽ ഉപയോഗിക്കുക. വെരിക്കോസ് വെയിൻ്റെ ഓയിൽ പാദം തൊട്ട് അരക്കെട്ട് വരെയാണ് ഉപയോഗിക്കേണ്ടത്. നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. അല്ലാതെ പാദത്തിൽ മാത്രമേ വെരിക്കോസ് വെയിൻ ഉള്ളൂ, അവിടെ മാത്രം ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോരാ, ഡീപ്പ് ഓയിലാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ഓയിൽ എടുക്കണം. ഒരു ബോട്ടിൽ ഓയിൽ ഒരു 5 അല്ലെങ്കിൽ 6 ദിവസത്തേക്ക് കിട്ടുള്ളൂ. ആ രീതിയിൽ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. അരമണിക്കൂറിന് ശേഷം ചൂട് പിടിക്കുക കേട്ടോ. നമ്മൾ വെരിക്കോസ് വെയിൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഓയിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലോട്ടാണ് ഓയിൽ അപ്ലൈ ചെയ്യുക. താഴേന്ന് മുകളിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഈ പാദത്തിൻ്റെ വശത്തേക്കായിരിക്കാം ബ്ലഡ് ക്ലോട്ടായി പൊട്ടിയതുണ്ടാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ചില ആളുകൾക്ക് ഈ ഏരിയയിലൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ നെർവിൻ്റെ ഭാഗത്തൊക്കെ പതുക്കെ ലൈറ്റ് പ്രഷറിൽ ഒന്ന് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് നന്നായിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്താൽ മതിയാവും. അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവൽ ഉപയോഗിച്ചിട്ട് നന്നായി ചൂട് പിടിച്ചു കൊടുക്കുക. ഹോട്ട് ബാഗിനേക്കാൾ റിസൾട്ട് ഉള്ളത് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് ചൂട് പിടിക്കുമ്പോഴാണ്. ചില ആളുകൾക്ക് ഇൻറ്റേർണൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവാമെന്ന് ഞാൻ പറഞ്ഞു. ഈ മസിൽസിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും, നീർക്കെട്ടുണ്ടാവാം. കാലിന് വൈകുന്നേരങ്ങളാകുമ്പോൾ കട്ടുകഴപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെയാണ് ഉണ്ടാവുക. എവിടാണോ പ്രശ്നമുള്ളത് ആ ഭാഗത്ത് കുറച്ച് ലൈറ്റ് പ്രഷറിൽ. ഇപ്പോൾ നമ്മുടെ ദക്ഷയുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വേദന കൂടുന്നു എന്ന് പറയുന്നുണ്ട്. അത് നല്ല മുറിവുള്ള ആളുകൾക്ക് ആണ് ചെറുതായിട്ട് വേദന കൂടുന്നത്. നല്ല ലക്ഷണമാണ്. കാരണം നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, മുറിവിലാക്കരുത്. നന്നായി ഓയിൽ അപ്ലൈ ചെയ്യുക, ലൈറ്റ് പ്രഷറിൽ മസാജ് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. കൂടാതെ മുറിവ് കൃത്യമായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. റെസ്റ്റ് എടുക്കുക, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. ചൂട് പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വേദന കൂടി എന്ന് പറയുന്ന ആളുകൾ ചൂട് പിടിക്കേണ്ട, ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കണ്ട കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഒരു 21 ദിവസമാണ് നമ്മൾ പറയുന്നതെങ്കിൽ 21 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ഉപയോഗിക്കുക. നമ്മളുടെ ഓയിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, മുറിവിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട. കാരണം മുറിവിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുന്നതിന് കാരണം മുറിവ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒന്നും ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഫുള്ള് നല്ല കറുത്തിട്ട് ഗജചർമ്മം, അതായത് ആനയുടെ തൊലി പോലെ കറുത്തിട്ട് വളരെ ഹാർഡായിട്ടായിരുന്നു, ഒട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളുടെ ഓയിൽ ഉപയോഗിച്ച് ഒരു 15 ദിവസം കൊണ്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഫ്രീ ആയി, ബ്ലഡ് സർക്കുലേഷനായി. മുറിവിന് ചെറിയ വേദനയുണ്ട്, മുറിവൊക്കെ വളരെ വൃത്തിയായി. ഈ മുറിവ് ആദ്യം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് വളരെ പഴക്കം ചെന്ന മുറിവാണ്, ഒരു 10 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ആ അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് ഇവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ അടുത്ത് തന്നെയാണുള്ളത്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ ഓയിൽ വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മുറിവിൽ ഓയിലാക്കണ്ട, ബാക്കിയുള്ള ഏരിയയിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. തന്നെയുമല്ല ഗ്ലൗസോ കാര്യങ്ങളോ എന്തെങ്കിലും കയ്യിൽ ഉപയോഗിക്കുക. ചെയ്തു കൊടുക്കുന്ന ആളുടെ കൈ വളരെ വൃത്തിയുള്ള കൈയായിരിക്കണം. ഓയിൽ എടുക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, ടവലുകളായിക്കോട്ടെ വളരെ വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാം. യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻ വരരുത്. ലൈറ്റ് പ്രഷറിൽ മസാജ് ചെയ്ത് കൊടുക്കാം. മുറിവിൻ്റെ ചുറ്റുമായിട്ട് സാവകാശം എണ്ണയിടുക, സാവകാശത്തിന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു 1/4 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, ചൂടുവെള്ളത്തിൽ കോട്ടൺ തുണി മുക്കുക, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം
മുറിവ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ രീതിയിൽ സൂക്ഷിക്കുക. കാലുകൾക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 1.5 മാസമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഇന്ന് ഞാൻ പോയിട്ട് അവർ മസാജ് ചെയ്യുന്ന ശരിക്കും എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ചെയ്തു വന്നു. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റല്ല, അതുകൊണ്ടാണ് എനിക്ക് കുറയാത്തതെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് വെരിക്കോസ് വെയിൻ വന്നിട്ട് ഏകദേശം 10-20 വർഷത്തിൽ കൂടുതലായി. അത് പല വ്രണമായി മാറിയിട്ടുണ്ടായിരുന്നു. പല മരുന്നുകളും ചെയ്തു. അലോപ്പതി, ഹോമിയോപ്പതി, അക്യുപങ്ക്ചർ ഉണ്ടാവും. അത് പിന്നെ മാറുന്നില്ല, ശരിക്കും മുറി ഉണങ്ങിയിട്ടില്ല. അതേ പിന്നെ പച്ചമരുന്നായിട്ട് ഞാൻ കൊയിലേരിന്ന് കഴിച്ച് അത് പൊട്ടി ആകെ വ്രണമായി മാറി. നമ്മളൊരു അലോപ്പതിയിൽ ഒരു 1.5 മാസം ഗുളിക കഴിച്ചാലും ആൻറ്റിബയോട്ടിക് ഗുളിക കഴിച്ചാലും ഉണങ്ങാറില്ല. എന്നാൽ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ളൂ. എൻ്റെ ഞരമ്പിന് ഉള്ള വേദനകൾ മാറി, എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. മുറിവ് ഏകദേശം ഉണങ്ങുന്ന തന്നെ എൻ്റെ പ്രതീക്ഷ. കാലിന് വളരെ വേദനകളൊക്കെ വളരെ കുറഞ്ഞ്, ഇനി അവർ പറയുന്ന ഒരു 3-4 ആഴ്ച കൂടി ചെയ്താൽ ഉണങ്ങുന്നതാണ് എൻ്റെ മനസ്സും പറയുന്നത്. ഉണങ്ങുന്നുള്ള കാര്യമാണ്. ദക്ഷയുടെ ഓയിൽ ഞാനിപ്പോൾ 1.5 മാസമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഇന്ന് ഞാൻ പോയിട്ട് അവർ മസാജ് ചെയ്യുന്ന ശരിക്കും എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ചെയ്തു വന്നു. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റല്ല, അതുകൊണ്ടാണ് എനിക്ക് കുറയാത്തതെന്ന് എനിക്ക് മനസ്സിലായത്.